ഇപ്രാവശ്യം വെക്കേഷനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ വിഷുവിനാണ് വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ ഒരാഴ്ചയൊക്കെ നിന്നിട്ടാണ് പിന്നെ വരാറുള്ളൂ. സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പൂരമായി. ഏപ്രിൽ 4-ാം തീയതി പൂരവും പിന്നെ പൂരം കഴിയുമ്പോഴേക്ക് വിഷു. അങ്ങനെ വിഷുവിനാണ് കേട്ടോ ഞങ്ങൾ പോയി നിൽക്കാറ്. ഇപ്രാവശ്യം വിഷുവിന് പിന്നെ അമ്മൂട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങളുടെ പൂരമായിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ ഒരാഴ്ച നിൽക്കും കേട്ടോ. അങ്ങനെ 2-3 ആഴ്ച വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഇപ്പം ഞങ്ങൾ പോണത് പൂരമായിട്ടോ. അപ്പോൾ പൂരത്തിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് ഞങ്ങൾ പോണത്. ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ കേട്ടോ വരൂ. നമ്മൾ എന്നും ഇവിടെ വൃത്തിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാട്ടോ പോവുക. ഇനിയിപ്പോൾ ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്കാവും. ഏട്ടന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ നിന്നോളം പറയും കേട്ടോ. പിന്നെ ഇങ്ങനെ സ്കൂൾ പൂട്ടുമ്പോഴൊക്കെ അല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴല്ലേ അവർക്ക് ഇവിടെ ആളുള്ളൂ. അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഏട്ടൻ പോയി നിൽക്കാനൊക്കെ സമ്മതിക്കാറുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞാപ്പൂൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് അറിയാതെ ഇവിടെ അങ്ങ് ഇതാ കിടക്കണം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്താ പാക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവനാണ് കേട്ടോ നല്ല ഇൻട്രസ്റ്റ്. പാക്ക് ചെയ്യാനും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ നല്ല ഉഷാറാണ്. എന്തായാലും പുറപ്പെട്ടിറങ്ങുമ്പോഴേക്ക് നേരെ വൈകിണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിളക്കുകൊണ്ട് വെച്ചിട്ട് പോവാൻ വിചാരിച്ചു. നെല്ലായിക്ക് പോവുക പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാളയിലും പൂരൊക്കെ ഉണ്ടല്ലേ അവിടെ ഇനി. അപ്പം നമ്മൾ സ്കൂൾ പൂട്ടിയിട്ട് പോയിട്ടും ഇല്ലല്ലോ. അപ്പം ഇന്നാണ് പോണത് അല്ലേ. ഒക്കെ റെഡിയാക്കിയോ? ബ്രഷൊക്കെ എടുത്തേച്ചോ? ഇല്ലല്ലോ. അതൊക്കെ എടുത്തേച്ചോളൂ. പോകുമ്പോഴെടുക്കാമെന്ന് മറക്കണ്ട. ഇനി പൂര കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വരുള്ളൂ. ഏട്ടനും ഉണ്ണിക്കുട്ടനും കൂടി നേരത്തെ ഇറങ്ങും കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. കാർ ഇങ്ങോട്ട് വരില്ല കേട്ടോ. അതിനുള്ള വഴി ഇവിടെ ആയിട്ടില്ല. അപ്പോൾ വലിയച്ഛൻ്റെ വീട്ടിലാണ് വണ്ടി നിർത്തുന്നത്. ചെരുപ്പ് ടോർച്ചെടുക്ക്. ടോർച്ച് നോക്ക്. അത് വേണ്ട അതവിടെ സൈഡിൽ കൊണ്ടേക്കോ. ഞാൻ പട്ടി കൊണ്ടോ അവിടെ സൈഡിൽ കൊണ്ടേക്കും. എന്നിട്ട് അവിടെ ഉണ്ടാവും. എടുത്തിട്ട് വരൂ. അമ്മൂട്ടിയുടെ ടോർച്ച് കാണിച്ചെടുക്കും. ഞങ്ങളിപ്പോൾ വരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായിട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ പോയാൽ നെറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ഒന്നും ഇടാൻ അങ്ങനെ നെറ്റ് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇടാതിരുന്നത്. പിന്നെ വൈകുന്നേരമായ എന്നും ഇടിയും മഴയും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. പിന്നെ ഞാനത് ഇടണില്ല വിചാരിച്ചു. പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ കാത്തിരിക്കണ്ടായിരുന്നു. അച്ഛൻ ഇടണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഉണ്ണൂട്ടൻ പറയണത്. ഞാൻ ഡ്രസ്സൊന്നും അവിടെ അധികം വെക്കാറില്ല കേട്ടോ. ചിലപ്പോൾ 1-2 വെക്കുള്ളൂ. ബാക്കി ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകും ചെയ്യും. വരുമ്പോൾ അതുപോലെ കൊണ്ടുപോകും ചെയ്യും. അപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ടാവും കേട്ടോ. അവിടെ അധികം വെക്കാറില്ല. കാരണം പിന്നെ ഞങ്ങൾ പോകുന്നത് വെക്കേഷൻ ടൈമിലാവും. പിന്നെ ട്യൂഷനൊക്കെ ഉണ്ടാവുകൊണ്ട് അങ്ങനെ പോയി നിൽക്കാറൊന്നുമില്ല. കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി നിൽക്കുമ്പോഴേക്ക് അത് അളവ് കറക്റ്റാവില്ല. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനം ഇങ്ങോട്ടുണ്ടാവും കേട്ടോ. ഇപ്പം പിന്നെ വണ്ടിയിലാവുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആദ്യം ബൈക്കിലൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടി അതാ വന്ന ഉടനെ ടി വി കാണാതിരിക്കുക. ഇപ്പോൾ വീട്ടിലവിടെ ടി വി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാൽ ഒരുപാട് നേരം അവൻ ടി വി കണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഫോണിൻ്റെ ഉപയോഗം അവൻ കുറേ കുറയ്ക്കും. ഇവിടെ വിശക്കണില്ലേ? ചോറുണ്ടോ? ഇപ്പം ഇത്ര നേരം അടുത്ത് വിശക്കൊണ്ട് വരണമല്ലോ. പൊന്നു മാമുണ്ടോ? സിനിമേ നീ എന്നൊക്കെ വയ്യാൻ കഴിക്കുക. അവൻ ടി വി കണ്ടിരിക്കുക കേട്ടോ. അവൻ നീക്കണില്ല. അപ്പോൾ അപ്പോഴേക്ക് ഏട്ടൻ്റെ ഊണ് കഴിഞ്ഞു കേട്ടാ. മാമൂന് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കും? നീ എന്തൊക്കെയാ മാമൂന് അമ്മമ്മ വെച്ചത്? ശരി കൂട്ടുണ്ട് അല്ലേ. പിന്നെന്താണ്? മുട്ട, പപ്പടം, ഉപ്പേരി,
മീനും ഉണക്ക മീൻ കേട്ടോ. ഇഷ്ടമായിരുന്നോട്ടാ. പിന്നെ ഇതൊക്കെ നമ്മുടെ പാടത്തുണ്ടാക്കിയതാണ് കേട്ടോ പച്ചക്കറിയൊക്കെ. അതാണ് ടേസ്റ്റും ഉണ്ടാവും, നല്ല ഗുണം ഉണ്ടാവും. ഇവിടെ അധികം പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. അധികം നമ്മളെ പാടത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കുക. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ വന്നാൽ ഞങ്ങൾ ഇങ്ങനെ താഴത്തിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കുക. എന്നാലേ അതിനൊരു സുഖം തോന്നുള്ളൂ. കുട്ടികളൊക്കെ ടി വിയുടെ മുന്നിലും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ബാക്കി മുന്നോട്ടും പറയൂ കേട്ടോ. Kiki ya, mandi janju.